റോബിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മെ ഉദ്ബോധിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകനായി പ്രത്യാശയുടെ അടിസ്ഥാനമായ പിതാവിൻ്റെ പക്കലേക്ക് പോയതിൻ്റെ ഓർമ്മയിൽ അനുസ്മരണത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. പ്രത്യാശയുടെ അടിസ്ഥാനം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ മുമ്പായി പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുക എന്നുള്ളതാണ്. യേശു മുൻകൂട്ടി മത്തായി സുവിശേഷം 16-17 3 പ്രാവശ്യം പ്രവചിച്ചു, എനിക്ക് ജെറൂസലത്ത് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം. ഇതിൻ്റെ അടിസ്ഥാനം മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്യില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം മരണം പ്രാപിച്ച് ഇന്നലെ കബറടക്കപ്പെട്ട് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായിരിക്കുന്ന പ്രത്യാശയിലാണ്, അനുസ്മരണത്തിലാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം, ഉയർപ്പിൻ്റെ 8-ാം ദിവസം, പുതിയ ഞായറാഴ്ചയായിരുന്നു നാം ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് 3 തരത്തിൽ നമുക്ക് സഭയ്ക്ക്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളായി നമുക്ക് പ്രത്യേകതയുള്ളതാണ്. പരമ്പരാഗതമായ പുതുഞായർ ആചരണം, തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആചരണം ഇന്ന് നാം സുവിശേഷ വായനയോടെ തന്നെ അനുസ്മരിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേക ലോകത്തിന് ഫൗസ്റ്റീന പുണ്യവതിയുടെ പശ്ചാത്തലത്തിൽ നൽകിയ ദൈവ കരുണയുടെ തിരുനാളാണ് പുതുഞായറാഴ്ച ഇന്ന് സാർവത്രിക സഭ ആചരിക്കുന്നത്. ഇന്ന് നാം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അനുസ്മരണ ബലിയിൽ പ്രത്യേകം റോമിലെ മലയാളികൾ, പ്രത്യേകിച്ച് സീറോ മലബാർ ക്രൈസ്തവർ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അനുസ്മരിച്ചുകൊണ്ട്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുകയാണ്. ആഴ്ചയുടെ 1-ാം ദിവസമാണ് യേശുവിൻ്റെ ഉത്ഥാനമെങ്കിൽ 8-ാം ദിവസം നടന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രമിച്ചത്. യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ ഉണ്ടായിരുന്നില്ല. തോമാശ്ലീഹയ്ക്ക് അല്പം പിടിവാശി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം മറ്റു ശിഷ്യന്മാർക്ക് ഈശോയെ കാണാൻ സാധിച്ചെങ്കിൽ എനിക്ക് കാണേണ്ടതാണ് എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിടിവാശി തന്നെ. തോമാശ്ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ വിലാപനം കാണിച്ച് കൈവിരലാക്കാതെ വ്യക്തിപരമായ ഒരു അനുഭവം കൊടുക്കാൻ ഈശോ തയ്യാറായി. സഭയുടെ പഠനമനുസരിച്ച് തന്നെ വിശുദ്ധ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് തന്നെ യേശു ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ വലിയ തെളിവായിട്ട് ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനമായിട്ടുമാണ് തോമാശ്ലീഹായ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ട ഈ സംഭവം യോഹന്നാൻ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിൽ നാം ശ്രമിച്ചത്. വിലാപുറത്ത് വിരലിടാൻ യേശു അനുവദിച്ചത് തന്നെ ഈ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. അവിശ്വാസിയാകാൻ വിശ്വാസിയാകാൻ യോഹന്നാൻ സുവിശേഷത്തിൽ 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ സഭ ഉത്ഥാനത്തിന് ശേഷമുള്ള സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്കിന്ന് ഈ പുതിയ ഞായറാഴ്ച ഈ വിശ്വാസ പ്രഖ്യാപനം നടത്താം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത്. എൻ്റെ കർത്താവേ എന്ന വാക്ക് യേശുവിൻ്റെ മാനുഷിക അവസ്ഥയെ, ഈ ലോകത്തിൽ മനുഷ്യനെ അവതരിച്ച ഈശോ, ആ ഈശോ സത്യമായി എൻ്റെ ദൈവമേ, ദൈവമാണ് എന്ന് ആദിമസഭ പരസ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയായാണ് കാണിക്കുന്നത്. നമ്മെ രക്ഷിക്കാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരികനായ ഈശോ സത്യമായി എൻ്റെ രക്ഷകനാണ്, നാഥനാണ്, ഏക ലോകരക്ഷകനാണ് എന്ന് ഈ ദിവസം നമുക്ക് തോമാശ്ലീഹായോട് ചേർന്ന് പ്രഖ്യാപിക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം, രക്ഷകനായി തീരാൻ പീഡാസഹനം, മരണം, ഉത്ഥാനം. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു പോകാൻ നിത്യം പ്രാപിക്കേണ്ട തന്റെ ഏകജാതം നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. യോഹന്നാൻ 3:16. അതിൻ്റെ അടയാളമാണ് യേശു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാനായി യോഹന്നാൻ 1:30 വായിക്കുന്ന പോലെ നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തു. ഫൗസ്റ്റീന പുണ്യവതി ഈ
കരുണയുടെ ഏറ്റവും വലിയ ഭക്തയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പായും വലിയ ഭക്തനായിരുന്നു. ഇന്ന് ദൈവിക കരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ദൈവിക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുടെ പാപ്പ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുക. ലോകത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക്, പ്രവാസികൾക്ക്, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയപ്പെടുന്നവർക്ക് വേണ്ടി, യുദ്ധത്തിൽ സഹിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്കും ചുറ്റുപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ആഹ്വാനം ചെയ്തത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. കുർബാനയുടെ നാം പല പ്രാവശ്യം കാർമികമായിട്ട് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ നിങ്ങൾക്ക് തരികയാണ്. സമാധാനം എന്നതിൻ്റെ അർത്ഥം തന്നെ ഈശോ എന്ന അർത്ഥത്തിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങളുണ്ടായപ്പോൾ, പീഡനങ്ങളുണ്ടായ പലതരത്തിലുള്ള മനുഷ്യത്വത്തിനെതിരെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ശക്തമായി സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ പാപ്പയാണ്. അതുകൊണ്ട് തന്നെ ദൈവിക കരുണയുടെ ഈ തിരുനാളിൽ ഈ കരുണയുടെ പാപ്പയെ കുറിച്ചൊന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കും. നല്ലതാണ്. അർജന്റീനയിലെ പാവപ്പെട്ടവരുടെ പ്രവർത്തിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, ആർച്ച് ബിഷപ്പ് ഗയോ ബെർഗോഡിയോ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ കരുണയുടെ വക്താവായിരുന്നു. വേദനിക്കുന്നവരുടെ ഇടയിൽ പോയി അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പലതരത്തിലുള്ള സഹായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായി നേതൃത്വം കൊടുത്തു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴും ഇതേ ശൈലി തന്നെയാണ് തുടർന്നത്. 21ാം നൂറ്റാണ്ട് കണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപ്പമാരിൽ, ശക്തനായ പാപ്പമാരിൽ ഏറ്റവും പോപ്പുലറായ പാപ്പ എന്ന നിലയിൽ അറിയപ്പെടും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു പാപ്പയെ കാലഘട്ടത്തിൽ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞു, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. ഉത്ഥാനമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ എല്ലാവരെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് നയിക്കുക. നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വഴിത്താരകൾ നമുക്ക് തീർച്ചയായും അനുകരണീയമായിട്ടുള്ളതാണ്. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ വളരെ പ്രോഗ്രസീവായിട്ട് അവലംബിക്കുന്നെങ്കിലും നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ള, അടിസ്ഥാന പ്രമാണത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചകൾ വരുത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ സമ്മതിച്ചിരുന്നില്ല. അതേ സമയത്ത് അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കാലത്തിനനുയോജ്യമായ പ്രതിസന്ധികൾ നേരിടുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ കാലോചിതമായി അവതരിപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്തിൻ്റെ തന്നെ മനസ്സാക്ഷിയുടെ, ധാർമ്മിക മനസ്സാക്ഷിയുടെ, സമാധാന വക്താവിൻ്റെ പ്രതീകമാണ്. എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്ര നേതാക്കന്മാർ വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രമാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വന്തമായി നിരീശ്വരർ പോലും, നമ്മുടെ കേരളത്തിലെ നിരീശ്വരവാദികൾ പോലും, മറ്റു മതസ്ഥർ പോലും എല്ലാവരും തങ്ങളുടെ സ്വന്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വീകരിച്ചു. ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു പാപ്പയെ നമുക്ക് കാര്യം ചെയ്യാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ബെനഡിക്ട് മാർപ്പാപ്പയൊക്കെ നമുക്കറിയാം. അവരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നേതൃത്വത്തിലുള്ളവരും ലോക നേതാക്കന്മാരായി അംഗീകരിക്കപ്പെട്ടവരുമാണ്. പക്ഷെ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇതുപോലെ തന്നെ അംഗീകരിക്കപ്പെട്ട് നമുക്ക് ഒരു മാതൃകയും ഇപ്പോൾ ബാബുജി സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥരുമായി തീർന്നിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുള്ള ദർശനങ്ങൾ നമുക്ക് തീർച്ചയായും അത് സ്വീകരിക്കേണ്ടതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പാവപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാ പ്രവാസികൾ, മൈഗ്രൻസ് അയക്കുന്നവരോട്, എല്ലാ തരത്തിലുള്ള ജനതകളോടും വളരെ കാരുണ്യത്തോടെ തന്നെയാണ് ഈ പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ നന്മകളെ നമുക്ക് നന്ദിയോടെ ഓർക്കണം. നമുക്ക്
ശക്തമായ നേതൃത്വം നമ്മുടെ സഭയ്ക്കും നൽകിയിട്ടുണ്ട്. ഭാരതത്തിലേക്ക് അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ CBCയിലെ മുൻഗാമികളായിട്ടുള്ള ഓസ്വാൾഡ് ഗേഷ്യസ് പിതാവും ഡേവിസ് പിതാവും ഒക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ക്ഷണിച്ചിരുന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ അതിൻ്റെ സാഹചര്യം വേണ്ട തരത്തിലായില്ല, അല്ലെങ്കിൽ ഒരുമായിരുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തോട്, കേരളത്തോട്, സീറോ മലബാർ സഭയോടൊക്കെ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്ന ബാബയാണ്. ബാബുജി സ്വാഗതത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ സാന്ത അനസ്താസിയ ബസലിക്ക റോമിലെ മലയാളികളായിട്ടുള്ള സീറോ മലബാർക്കാരായിട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു ബസലിക്ക നമ്മൾ ഉപയോഗിക്കാൻ നൽകിയത് അതിന് എന്തുമാത്രം നന്ദിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറയുന്നത്. അത്രമാത്രം നാം നന്ദിയുള്ളവരാകേണ്ടത്. ഫ്രാൻസിസ് ബാബുജൻ ഇതിന്റെ ചരിത്രം പറഞ്ഞു. ഈ സാന്ത അനസ്താസിയ ഈ ബസലിക്കയുടെ ചരിത്രം ഒരുപാട് മാർപ്പാപ്പന്മാരും കുർബാന ചൊല്ലിയിട്ടുള്ള ജെറോം, ഡൊമിനിക് തുടങ്ങിയ വലിയ വിശുദ്ധന്മാർ അവർ കുർബാന അർപ്പിച്ച സ്ഥലത്താണ് നമ്മളിവിടെ കുർബാന അർപ്പിക്കുന്നത്. സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിൽ മുഴുവൻ ജുറിസ്ഡിക്ഷൻ നൽകിയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ, അനുമാന പ്രവർത്തനം നടത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിഭാഗം നൽകിയത്. ഗൾഫിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവരുടെ വേണ്ടി വലിയ നേതൃത്വം കൊടുക്കുകയും ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ട് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ജനങ്ങൾ രൂപം വന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുള്ള, നമ്മുടെ സഭയ്ക്ക് നൽകിയിട്ടുള്ള ശക്തമായ നേതൃത്വത്തിനും സഹായത്തിനും നമുക്ക് പ്രത്യേക നന്ദിയോടെ തന്നെ ഓർക്കാം. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രതിസന്ധികളുണ്ടായിരുന്നു. സീറോ മലബാർ സഭയിലെ ആരാധനക്രമം അടക്കമുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ വ്യക്തമായ ദിശാബോധം, വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ വളർച്ചയെ എന്ത് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും നിങ്ങളുടെ സഭയുടെ പ്രേക്ഷിത വീക്ഷത, സമർപ്പിത ദൈവങ്ങളിലേക്കുള്ള നമ്മുടെ സഭയിലെ വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ വൈദിക സമർപ്പിത പരമായ നേതൃത്വമൊക്കെ മറ്റു സഭകളെ വിഷപ്രദേശങ്ങളൊക്കെ സഹായിച്ചിരുന്ന കാര്യം ഇതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഐക്യത്തിന് വേണ്ടി നിന്ന പാപ്പയാണ്. ഇന്ന് സുവിശേഷം കേട്ടതുപോലെ കൂട്ടായ്മയിൽ നിന്ന് തോമസ് ലീഹ ഒന്ന് മാറി നിന്നപ്പോഴാണ് ആദ്യത്തെ പ്രാവശ്യം ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ തോമസ് ലീഹ കാണാൻ സാധിക്കാൻ പോയത്. എമ്മാവുസിലേക്ക് രണ്ട് ശിഷ്യന്മാരുടെ കാര്യം ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവർ ജെറൂസലമിൽ വസിക്കാനായി ലൂക്കായുടെ സുവിശേഷം 24-49 അപ്പോസ്തലന്മാരുടെ 1:4 നിങ്ങൾ കൂടെ ആയിരിക്കണം. ശിഷ്യന്മാരുടെ കൂടെ ബന്ധപുസ്തകമായി പരിശുദ്ധാത്മ വരുന്നത് വരെ ഞാനതിനെ സഹായിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കണം. പക്ഷെ അവർ രണ്ടുപേരും അവരുടേതായ വഴിക്ക് പോയി. പക്ഷേ യേശു അവരെ ഉപേക്ഷിച്ചില്ല. യേശു കൂടെ നടന്നു. അവർക്ക് ദൈവത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ കൂടെ താമസിച്ചു. അപ്പം കുറിച്ചപ്പോൾ അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവർ തിരിച്ചുപോയി, കൂട്ടായ്മയിലേക്ക് പോയി. തോമസ് ലീഹ ഉയർത്തെഴുന്നേറ്റ് തോമസ് ലീഹ ആ കൂട്ടായ്മ മാറി നിന്നപ്പോഴാണ് യേശുവിനെ കാണാറ്. പക്ഷേ യേശു തോമസ് ലീഹയെ തേടി വന്നു, തൻ്റെ നിലാപ്പുറം കാണിച്ചു കൊടുത്തു. നമുക്ക് ഈ പുതിയാനായിട്ട് ആവശ്യം യേശു നമ്മളെ കൂടെ വരുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. മാർഗക്കളിപ്പാട്ടില്, പുരാതന പാട്ടില് നമ്മുടെ പൂർവികരി പ്രകാരം പാടിയിരുന്നു. യേശുവിനോട് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തോമസ് ലീഹയ്ക്ക് മടിയായി. ചത്തസമ്പത്തിന് ചത്തമായി വീഴും, ചത്താലും മനസ്സിന് ചുറ്റാലും പോയി എന്നൊക്കെ പറഞ്ഞ് ആ മാർഗക്കളിപ്പാട്ട് നമ്മൾ പുരാതന ക്രൈസ്തവര് ഒരു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു തോമസ് ലീഹയോട് പറഞ്ഞതായിട്ടൊരു വാചകമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശൈലി അത് തന്നെയാണ്. യേശു തോമസ് ലീഹയോട് പറഞ്ഞു, നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അടവേണ്ട, നിന്നോട് കൂടെ ഞാനോട്ട് കൂട്ട് നീ പോകുന്ന ആളുകളെല്ലാം. തോമയെ, നീ തന്നെയാണ് എന്ന് നിനക്ക് പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനോട്ട് കൂട്ട് നീ പോകുന്ന ആളുകളെല്ലാം. നിങ്ങളിപ്പോൾ റോമിലെ പ്രവാസികളായിരിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ സന്ദേശം, പാപ്പ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഓരോരുത്തരും കൂടെയുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കാൻ, നമ്മുടെ റോമിലെ ഈ വിശ്വാസ സമൂഹം കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കാൻ. അങ്ങനെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ യേശു ഉപേക്ഷിക്കില്ല. പക്ഷെ നമ്മൾ യേശുവിനെ ഉപേക്ഷിച്ചു പോയേക്കാം. പക്ഷെ ഉപേക്ഷിക്കേണ്ട യേശു കൂടെ നടക്കുന്നുണ്ട്. ആ യേശു പറയുന്നത് എന്താ?
തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ഉജ്ജ്വലമുണ്ടായി നമ്മൾ തിരിച്ച് കൂട്ടായ്മയിലേക്ക് പോകാൻ നമുക്ക് ഈ ദിവസത്തിൽ പുതിയ ഞായറാഴ്ച ദിവസത്തിൽ ദൈവിക കന്യയുടെ തിരുനാൾ ആചരിക്കുന്ന അവസരത്തിൽ കന്യയുടെ പാപ്പയെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഓർക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുള്ള നിരവധിയായ സഭയ്ക്ക് നൽകിയ ലോകത്തിന് നൽകിയ നന്മകൾക്ക് നന്ദി പറയുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തെ തോമസ് ലീഹ പറഞ്ഞുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. എമ്മാമൂസ് ശിഷ്യന്മാർ തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞ് യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റ് വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ കുർബാനയിൽ നമ്മൾ അധികം താമസിയാതെ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യോഹന്നാൻ 20:28 പറഞ്ഞ തോമാസിന്റെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നമുക്ക് വലിയ നന്മകൾ ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കാം. നമുക്ക് സഭയുടെ ഉത്തമാംഗങ്ങളായി, നല്ല കത്തോലിക്കരായി, സീറോ മലബാർ സഭാംഗങ്ങളായി വിശ്വാസത്തിൽ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക കരുണയ്ക്കായി, കൃപയ്ക്കായി, കരുണയുടെ കുർബാനയിൽ, സ്നേഹത്തിൻ്റെ കുർബാനയിൽ നമുക്ക് ഒത്തുചേർന്ന് തുടർന്ന് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.